ഹായ് ഗായ്സ്, ഇന്നത്തെ റെമഡി എന്ന് പറയുന്നത് ഈ കാണുന്ന തൈര് ഉപയോഗിച്ചിട്ട് നമ്മൾ നരച്ച മുടിയെ കറുപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. വെറും ഈ ഒരു തൈര് മാത്രമല്ല, ഇതിനകത്തേക്ക് നമ്മൾ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, ആരും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത്. പണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 35-40 വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് നിര വരാൻ തുടങ്ങുന്നത് അല്ലേ. പക്ഷേ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് കുട്ടികൾക്ക് മുതൽ നിര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റെമഡി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വിത്തിൻ 3 മന്ത്സ്, നാച്ചുറൽ റെമഡി ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ടൈം എടുക്കും കേട്ടോ. അപ്പോൾ 3 മന്ത്സ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പ്രകാരം ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി, നരച്ച മുടി നമുക്ക് കറുപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് പറയുന്നത് നമ്മുടെ പെപ്പർ പൗഡറാണ് കേട്ടോ. ഈ ഒരു കപ്പ് തൈരിനകത്തേക്ക് നിങ്ങളുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾ തൈര് എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ പെപ്പറിൻ്റെ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോർമലി നിങ്ങളുടെ വീട്ടിൽ പൊടിച്ച് ഫൈനായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡായിട്ട് നല്ലൊരു പെപ്പർ പൗഡർ നമ്മൾ മേടിച്ചിട്ട്, കുരുമുളകിൻ്റെ പൗഡർ മേടിച്ചിട്ട് അത് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ചില ആൾക്കാർക്ക് സ്കാൽപ്പിൽ ഇച്ചിങ് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ നീറ്റിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ഭാഗത്ത് മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പാച്ച് ടെസ്റ്റ് പോലെ ചെറിയ രീതിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളോട് 1 ടീസ്പൂണോളം നമ്മൾ ഈ ഒരു കുരുമുളകിൻ്റെ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ആളെന്ന് പറയുന്നത് തേനാണ് കേട്ടോ. തേനെന്ന് കേട്ടാൽ തന്നെ മിക്ക ആൾക്കാരുടെയും നെറ്റി ഒന്ന് ചുളിക്കും കേട്ടോ. നിങ്ങൾ നെറ്റി ഒന്നും ചുളിക്കേണ്ട കാര്യമില്ല. തേൻ നമുക്കൊരു മാജിക്കലായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ കണ്ടീഷണറാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മോയ്സ്ചറൈസിങ് ഗുണങ്ങൾ തന്നെയാണ്. ഇത് നമ്മുടെ മുടിയെ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആക്കിയിട്ട് വെക്കുന്നുണ്ടോ. കാരണം ഇതിനകത്ത് ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, അമിനോ ആസിഡ്സ്, ആൻറ്റി ഓക്സിഡൻറ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പോഷക ഗുണങ്ങൾ ഈ ഒരു തേനിൽ അടങ്ങിയിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടു കൂടിയിട്ട് വെക്കാനായിട്ട് ഈ ഒരു തേൻ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തേൻ ഞാനൊരു 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഗൈസ്, ദാ ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ തൈരും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൗഡറും തേനും, ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുരുമുളകിനോട് അലർജി ഉള്ള ആൾക്കാർ പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒരു ഭാഗത്ത് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. ഒരു കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അങ്ങനെ ടോട്ടലായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും അപ്ലൈ ചെയ്യണം. അതല്ലാതെ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് വിടരുത്. നമുക്ക് ടോട്ടലി നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മാക്സിമം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇത്രയും നേരം വെച്ചിരിക്കണം കേട്ടോ. ഇത് നമ്മൾ ആഴ്ചയിൽ 1 തവണ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒന്ന് ടൈം മാറ്റി വയ്ക്കുക. 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ നിങ്ങളിത് മുടിയിൽ വെച്ചിരിക്കുക. എന്നതിന് ശേഷം വേണം ഇത് വാഷ് ചെയ്യാനായിട്ട്. വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് പ്ലെയിൻ വാട്ടറിൽ മാത്രമല്ല, നമ്മൾ ഷാമ്പു ഉപയോഗിച്ചിട്ട് വേണം ഇത് ഹെയർ വാഷ് ചെയ്യാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനൊക്കെ മുന്നായിട്ട് മുടിയിൽ അല്പം എണ്ണ തൊട്ട് പരട്ടാം കേട്ടോ. എന്നിട്ട് അതിന് മീത് നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷാമ്പു വാഷ് ചെയ്തിട്ട് വരാം. ഏറ്റവും നല്ല മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാനായിട്ട് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷാമ്പു ഒന്ന് നേർപ്പിച്ചെടുത്താൽ മതി കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പു അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതങ്ങ് ഉപയോഗിച്ചാലും മതി. നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പുവിൻ്റെ എഫക്റ്റ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ആഴ്ചയിൽ 1 തവണ 3 മാസം ചെയ്തു വരാം. എന്നിട്ട് ഈ ഒരു വീഡിയോ താഴെ വന്നിട്ട് നിങ്ങളുടെ മുടിയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെല്ലാം വന്ന് പങ്കുവയ്ക്കാനായിട്ട് മറക്കരുത്.